ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എങ്ങനെയാണ് മനുഷ്യന് ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പാനും മൂത്രമൊഴിക്കാനും ഊതാനും മാലിന്യം നിറഞ്ഞ ഭക്ഷണം അവർക്ക് കൊടുക്കാനും ഒക്കെ എങ്ങനെയാണ് കഴിയുന്നത്? അത്ഭുതം തോന്നുവാണ് ചില സന്ദർഭങ്ങളിൽ. കാരണം എല്ലാ മനുഷ്യനും ഭക്ഷണം പവിത്രതയോടെ വൃത്തിയോടെ ശുചിത്വമുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു സ്ത്രീ ആ വീട്ടിൽ 8 വർഷത്തോളമായി ജോലിക്ക് നിൽക്കുന്നു. എന്തോ അവരുടെ വീട്ടുകാരെന്തോ പറഞ്ഞതിൻ്റെ പേരിൽ മൂത്രമൊഴിച്ച് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു. മൂത്രമൊഴിച്ച് ഗോതമ്പ് മാവ് അതിനകത്ത് കൊഴിക്കുന്നു. ആ വീട്ടുകാർക്ക് മുഴുവനും കരൾ രോഗം. ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രക്ഷുബ്ധമായ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തതായിരിക്കാം. പക്ഷേ മാനുഷികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? ഇവര് പെട്ടെന്നുണ്ടായ ഒരു അവിവേകത്തിൽ ചെയ്തതല്ല. ഇവരുടെ മനസ്സിൽ അത്രമാത്രം പകയാണ്. ഒരു ദിവസമല്ല, ഒരു വർഷങ്ങളായിട്ട് ഇതേ രൂപത്തിൽ തന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. മൂത്രമൊഴിച്ച് ഗോതമ്പ് മാവ് കൊഴിക്കാം. ആ വീട്ടിലെ ചെറുത് മുതൽ വലുത് വരെ എല്ലാവർക്കും കരൾ സംബന്ധമായ രോഗം. എവിടെ കൊണ്ടുവയ്ക്കും ഇതൊക്കെ ഇവരെ? ഇനി അവർ എത്ര ചികിത്സിച്ചാലും, ഈ സ്ത്രീയെ എത്ര തന്നെ ശിക്ഷിച്ചാലും ശരി, അവർക്ക് കിട്ടിയത് കിട്ടിയില്ലേ? ഇന്നലെ മിനിഞ്ഞാന്ന് മുഖ്യമായിട്ട് നമ്മൾ കണ്ടതാണ്, കുറെ ഐസിസ് ഭീകരര് യസീദി സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുപോയി നഗ്നപാതരായി മരുഭൂമിയിലൂടെ 4 ദിവസത്തോളം നടത്തി. ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ ഒടുവിൽ അവർക്ക് നെയ്ച്ചോറും കറിയും വെച്ച് കൊടുത്തു, ഇറച്ചിക്കറി. ആ ഇറച്ചി തിന്ന് എല്ലാ മനുഷ്യനും ഛർദ്ദിച്ചു. ഉടനെ അവരവരുടെ കുഞ്ഞുങ്ങളുടെ ചിത്രം കൊണ്ടുവന്ന് കാണിച്ചിട്ട്, നിങ്ങളുടെ മക്കളെ കറി വെച്ചാൽ നിങ്ങൾക്ക് തന്നത്. ഇങ്ങനെയാ കഴിയുന്നത്? എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ? കുഞ്ഞുങ്ങളെ ഇവർ ആ രൂപത്തിലേക്ക് പിടിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ ചിരിക്കുകയല്ലേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾ കൗതുകത്തോടെ അപരിചിതരായ ഇവരെ നോക്കി കരയത്തല്ലേ ഉള്ളൂ. എങ്ങനെയാ ഇവർക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നത്? ഇവരും ഒരു കുടുംബത്തിലെ അംഗമല്ലേ? ഇവർക്ക് മക്കളില്ലേ? മാതാപിതാക്കളില്ലേ? സഹോദരങ്ങളില്ലേ? ഇവരും മക്കളല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു പോകുകയാണ്. ഇപ്പോ കുടിവെള്ളത്തിൽ തുപ്പുന്ന ഒരു ബംഗ്ലാദേശി മുസ്ലിം പുരോഹിതന്റെ വീഡിയോയെ വിമർശിച്ച് മുന്നോട്ട് വരികയാണ് എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ. 100 കണക്കിന് അനുയായികൾ നീട്ടിപ്പിടിക്കുന്ന കുടിവെള്ള കുപ്പികളിൽ തുപ്പുകയാണ് ഈ മുസ്ലിം പണ്ഡിതൻ ചെയ്യുന്നത്. അതിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന്റെ എതിരായതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. മുസ്ലിം പണ്ഡിതൻ തുപ്പുമെന്ന പ്രതീക്ഷയോടെ കുപ്പിവെള്ളവുമായി തിക്കിത്തിരക്കുന്ന ആയിരക്കണക്കിന് ആരാധകരെ ആ വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വന്നതാണ്. ഇത് ബംഗ്ലാദേശിൽ നിന്ന് മതത്തിന്റെ പേരിൽ പുറത്താക്കിയ, ഇന്ത്യ അഭയം കൊടുത്ത, ഇന്ന് ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന തസ്ലീമ നസ്രീൻ എന്ന എഴുത്തുകാരി സമൂഹ മാധ്യമത്തിൽ ഈ തുപ്പുന്ന വീഡിയോ പുരോഹിതന്റേത് പങ്കുവച്ചിട്ടുണ്ട്. ലജ്ജ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഉണ്ടായ വധഭീഷണികൾ കാരണം അവർ ജന്മനാടായ ബംഗ്ലാദേശ് ഉപേക്ഷിച്ച് ഇന്ത്യയിൽ അഭയം തേടി. ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്ന തസ്ലീമ നസ്രീൻ ബംഗ്ലാദേശിലെ യാഥാസ്ഥിതിക മുസ്ലിം രീതികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ കഠിനമായി വിമർശിക്കാറുണ്ട്. ബംഗ്ലാദേശിലെ മുസ്ലിം പണ്ഡിതൻ തുപ്പുന്ന വെള്ളം എങ്ങനെയാണ് പരിശുദ്ധമാകുന്നത് എന്ന ചോദ്യമാണ് തസ്ലീമ നസ്രീൻ ചോദിക്കുന്നത്. ഖുർആൻ ഊതിയ ശേഷമാണ് പണ്ഡിതർ, ഭക്തന്മാര് ഒക്കെ നീട്ടുന്ന കുപ്പികളിലൊക്കെ തുപ്പാറുള്ളത്. ഇവിടെയും അയാൾ എന്തോ ഓതുന്നു, എല്ലാ കുപ്പികളിലും തുപ്പിക്കൊടുക്കുന്നു. എന്നിട്ട് ആ വെള്ളം ഭക്തര് കൊതിയോടെ പ്രതീക്ഷയോടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇവന്റെ ഒക്കെ തുപ്പലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഈ വെള്ളം കുടിച്ചാൽ ഭക്തരുടെ രോഗവും പ്രശ്നങ്ങളും ഇല്ലാതാകുമെന്നാണ് അവരുടെ വിശ്വാസം. എങ്ങനെയാണ് ഈ വെള്ളം ശുദ്ധമാകുന്നത്? പണ്ഡിതൻ ബുദ്ധിയുള്ളവനാണ്, അനുയായികൾ വിഡ്ഢികളും. ശരിയല്ലേ? ഈ ഹലാലും ഹറാമും തുപ്പലും ഒന്നും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. വിമാനങ്ങളിൽ ഇനി മുതൽ ഹലാൽ ഭക്ഷണം മുസ്ലിം യാത്രക്കാർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് എയർ ഇന്ത്യ പറഞ്ഞില്ലേ?
എവിടെ വരെ എത്തി നിൽക്കുന്നത് നോക്കിക്കേ ഈ ഹലാൽ ചൂഷണം, ഈ ഹലാൽ എന്ന് പറയുന്ന മതവിഭാഗീയത, വർഗീയത. വിമാനങ്ങളിൽ വരെ ഹലാൽ ഭക്ഷണം, പ്രത്യേകമായിട്ടുള്ള ഭക്ഷണമാണ് അത്. വിമാനങ്ങളിലെ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഒന്നും ഇനി മുതൽ ഹലാൽ ഭക്ഷണം കൊടുക്കില്ല. നല്ലത്, അവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ വാർത്തയാണിത്. മുസ്ലിം മീൽ, മുസ്ലിം വിഭാഗത്തിന് മാത്രമേ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകത്തുള്ളൂ. സൗദി അറേബ്യയിലേക്കുള്ള വിമാനങ്ങളിലെ എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഹലാലാണ്. ജിദ്ദ, ദമാമ്, റിയാദ്, മദീന ഇവിടങ്ങളിലേക്കൊക്കെയുള്ള വിമാനങ്ങളിലെയും ഹജ്ജ് വിമാനങ്ങളിലെയും ഭക്ഷണങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത്. വിമാനത്തിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉടലെടുക്കുമ്പോഴാണ് നിലപാട് വ്യക്തമാക്കി എയർ ഇന്ത്യ മുന്നോട്ട് വരുന്നത്. മുസ്ലിം യാത്രക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ മാത്രമേ എയർ ഇന്ത്യ വിമാനങ്ങളിൽ ഇനി മുതൽ മുസ്ലിം മീൽ എന്ന് അടയാളപ്പെടുത്തൂ. ഇത്തരം ഭക്ഷണം സ്പെഷ്യൽ ഫുഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. നമ്മൾ പിന്നെ ബംഗ്ലാദേശിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെ വരെ ഈ ഒരു വിവാദം എത്തിയിരിക്കുന്നു എന്ന് നോക്ക്. എപ്പോഴും യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഭക്ഷണത്തിന് വ്യത്യസ്തമായ ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഒരു എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇത് ഇത്രയും അഭ്യസ്തവിദ്യരായ ഒരു ജനവിഭാഗം കാണിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ. കുറച്ചു മുമ്പ് ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായിരുന്നു. തുപ്പിയിട്ടിട്ട് മുഖം മിനുക്കുക, ഭക്ഷണത്തിൽ മാത്രമല്ല തുപ്പി ഹലാലാക്കുക, ഫേഷ്യൽ ചെയ്യുന്നതും ആ രൂപത്തിൽ തന്നെ. ആ വാർത്ത മുഖം മിനുക്കാൻ എത്തുന്നവരുടെ മസാജ് ഫേഷ്യൽ വീഡിയോസ് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഉത്തർപ്രദേശിലെ ലക്നൌ ജില്ലയിലാണ് ഹലാൽ തുപ്പൽ ഫേഷ്യൽ. പേരുപോലെ തന്നെ മുഖം മിനുക്കാൻ എത്തുന്നവരുടെ മുഖത്തേക്ക് തുപ്പിയിട്ട് ക്രീം കൊണ്ട് മസാജ് ചെയ്ത് സുന്ദരനാക്കുന്ന ഇടിവെട്ട് ഫേഷ്യൽ. ഒടുവിൽ ഈ ഹലാൽ ഫേഷ്യൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ബ്യൂട്ടി സലൂൺ ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഉത്തർപ്രദേശിലെ ലക്നൌ ജില്ലയിലാണ് സംഭവം. ഫേഷ്യൽ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നഗരത്തിന്റെ തന്നെ താൽഗ്രാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചീബ്രാബോ കവലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സലൂണിലാണ് തുപ്പിയിട്ടുകൊണ്ടുള്ള ഹലാൽ ക്രീം ഫേഷ്യൽ മസാജ് ചെയ്തത്. സലൂൺ ജീവനക്കാരിയാണ് ഈ വീഡിയോ തന്റെ മൊബൈലിൽ പകർത്തിയത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. സംഭവത്തെ സ്പിറ്റ് ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച് നിരവധി പേർ പോലീസിനെ ടാഗ് ചെയ്യുകയായിരുന്നു. നിലവിൽ സലൂൺ ജീവനക്കാരൻ ഒളിവിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതേസമയം നമുക്കറിയാം, ഇതിനു മുമ്പ് UP-യിൽ തന്നെ ആഹാരത്തിലെ ഹലാൽ മുദ്രകൾക്ക് പോലും ശക്തമായ നിയന്ത്രണമാണ് സർക്കാർ നടപ്പിലാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹലാൽ തുപ്പൽ ഫേഷ്യലും കൂടി അവിടെ രംഗത്തെത്തുന്നതും. അതായത് നേരത്തെ തന്നെ നിരവധി മുസ്ലിങ്ങളുള്ള UP-യിൽ ഇത്തരമൊരു നീക്കമൊക്കെ സർക്കാർ നടത്തുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കാരണം അനധികൃത ഹലാൽ ആഹാരങ്ങൾ ഉണ്ടാക്കി നേടുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് എത്തുന്നു എന്ന് തന്നെ UP സർക്കാർ വിലയിരുത്തിയിരുന്നു. സർക്കാരിന്റെ അനുമതിയും ശരിയായ അംഗീകാരവും ഇല്ലാതെ ഹലാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത് ഉത്തർപ്രദേശ് നിയന്ത്രിക്കാനാണ് ഒരുങ്ങിയത്. ഭക്ഷണത്തിനും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന അവിഹിത സമ്പ്രദായം കർശനമായി തന്നെ തടയാൻ തന്നെ UP സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് തന്നെയാണ് ബന്ധം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇതിനുള്ള നീക്കത്തിന്റെ ചുക്കാൻ പിടിച്ചതും. ഒരു പ്രത്യേക മതവികാരം ചൂഷണം ചെയ്യാനും സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനുമുള്ള ദുരുദ്ദേശപരമായ ശ്രമം തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി അത്തരം ആചാരങ്ങൾക്കെതിരെ പോലും കർശനമായ നടപടികളാണ് സ്വീകരിച്ചത്. വ്യാജരേഖ ചമച്ച് ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് മറ്റു ചില ഗ്രൂപ്പുകളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം നൽകുന്നതായിട്ടും സംശയിക്കുന്നത്. അതായത് തീവ്ര മുസ്ലിം ഗ്രൂപ്പുകളാണ് ആരൊക്കെ ഹലാൽ മുദ്ര വയ്ക്കണമെന്നും ആരൊക്കെ ഹലാൽ മുദ്ര നൽകണമെന്നൊക്കെ സ്വാധീനം ചെലുത്തുന്ന കഴിവെന്ന് സംശയിക്കുന്നു. ഇനി ഇതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഹലാലിലെ തീവ്രവാദത്തിന്റെ എല്ലാ ചിറകും അരിയുകയാണ് യോഗി ആദിത്യനാഥ്. അതായത് സർക്കാർ അറിയണം എല്ലാ കാര്യങ്ങളും, ആരെല്ലാം ഹലാൽ നൽകുന്നു, അത് എവിടെ നൽകുന്നു. ഹലാൽ മുദ്രകളിലെ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണമാണ് UP-യിൽ നടപ്പിലാക്കുന്നത്. ഇതിനിടെ UP-യിൽ വ്യാജ ഹലാൽ ആഹാരവും മുദ്രയും നൽകിയതിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു.
മുൻപ് തന്നെ ജമിയത്ത് ഉലമ ഇ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ്, ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ജമിയത്ത് ഉലമ മഹാരാഷ്ട്ര എന്നിവയ്ക്കെതിരെ എല്ലാം കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ, ജമിയത്ത് ഉലമ ഇ ഹിന്ദ്, ഹലാൽ ട്രസ്റ്റ് ഡൽഹി, ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മുംബൈ, ജമിയത്ത് ഉലമ മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥാപനങ്ങൾ മതവികാരം മുതലെടുത്ത് ഉപഭോക്താക്കൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകി വിൽപ്പന വർദ്ധിച്ചുവെന്നാണ് ഫയൽ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത് തന്നെ. ഇതിപ്പോ എവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് നോക്കാം. ഫ്ലൈറ്റിനകത്തു വരെ ഹലാൽ ഫുഡ് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനെതിരെ പറഞ്ഞാൽ നമ്മളെ പിടിച്ച് സംഖ്യയാക്കുക, വർഗീയവാദിയാക്കുക എന്ത് എളുപ്പമാണല്ലേ. നിങ്ങളുടെ ചാപ്പകുത്തലിനെ ഭയക്കുന്ന ആളുകളുണ്ടാകും. അവർക്കൊരു പക്ഷേ യാഥാർത്ഥ്യം പുറത്തു പറയാൻ ഭയവും ഉണ്ടാകും. എല്ലാവരെയും ആ തൊഴുത്തിൽ കൊണ്ടുവന്ന് കേട്ടല്ലേ. നന്ദി.